ജയ് 2020. ഇത് കണ്ട ഉറപ്പായിട്ടും 2020ക്ക് ആളുകൾ വോട്ട് ചെയ്യും. വനിതകളുടെ ഒരു കാര്യം പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരു വർക്കിംഗ് വുമൺ ആണെങ്കിൽ അവർ രാവിലെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷമാണ് ജോലിക്ക് പോകുന്നത്. 10 കൊല്ലമായിട്ട് 2020 ചെയ്തിരിക്കുന്ന മറ്റ് പഞ്ചായത്തുകൾ ചെയ്തിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് 2020 മോഡൽ ഭരണം ഉറപ്പാക്കുക. അപ്പോൾ 2020യുടെ 18 സ്ഥാനാർത്ഥികളിൽ 17 പേര് ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്. ജനങ്ങൾക്ക് നന്മ മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ പാർട്ടി മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും സ്ത്രീകൾക്ക് പൊതുവെ സമൂഹത്തിൻ്റെ കാര്യങ്ങളിൽ ഇടപെട്ട് നന്നായി അത് ചെയ്യാനുള്ള പ്രത്യേക ഒരു കഴിവുണ്ട്. ഇപ്പോൾ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അവർക്ക് മടുത്തു എന്ന് തന്നെയാണ് അവർ പറയുന്നത്. പൊതുവേ ഞങ്ങൾക്ക് സ്ത്രീജനങ്ങളാണ് കൂടുതൽ സപ്പോർട്ട് തരുന്നത്. എന്ന് വെച്ചാൽ ഞങ്ങൾ സ്ത്രീകളായതുകൊണ്ട് അവർക്ക് അവരുടെ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു താല്പര്യം കാണിക്കുന്നുണ്ട്. സംവിധാനം നമുക്കുണ്ട്, അതാണ് ശരിക്ക് അവർ ഭയക്കുന്നുമുണ്ട് അതിന്. ഇതിൽ ഒരു കാര്യം വ്യക്തമാണ്, നാടിനെ സ്നേഹിക്കുന്നവർ 2020യെ വിജയിപ്പിക്കും, പാർട്ടിയെ സ്നേഹിക്കുന്നവർ അവരവരുടെ പാർട്ടിയെ വിജയിപ്പിക്കും. അതുകൊണ്ട് എന്താണ് വിജയം ആവശ്യമെന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കും. അടിയുറച്ച പാർട്ടി വിശ്വാസികളായിരുന്ന പലരും ഉണ്ട്. ആ പാർട്ടിയിലുള്ള പ്രവർത്തനങ്ങളും അഴിമതികളും കണ്ട് മടുത്തിട്ടാണ് ഞങ്ങളെല്ലാവരും. ജനങ്ങളോടൊപ്പം ദ റിയൽ കേരള സ്റ്റോറി. കേരളത്തിലെ 941 പഞ്ചായത്തുകൾ, 87 മുനിസിപ്പാലിറ്റികൾ, 6 കോർപ്പറേഷനുകളുമായി ഒരു വർഷം നടക്കുന്നത് 5000 കോടി രൂപയുടെ രാഷ്ട്രീയ കൊള്ള. ഇലക്ഷനോടനുബന്ധിച്ച് 2020 ഇറക്കിയ ബുക്ക്ലെറ്റാണ്. എൻ്റെ അമ്മ, റോഡ് വികസിച്ചാലേ നാട് വികസിക്കുകയുള്ളൂ. 25 വർഷം മുന്നിൽ കണ്ടുകൊണ്ടുള്ള റോഡ് വീതി വർദ്ധിപ്പിക്കൽ, നാടിന് റോഡ്, സ്ഥലമുടമയ്ക്ക് സുരക്ഷ. ഇത് കണ്ട ഉറപ്പായിട്ടും 2020ക്ക് ആളുകൾ വോട്ട് ചെയ്യും. ഇതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ. ജിബിച്ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മുടെ 2020യുടെ കുന്നത്താട് മണ്ഡലം പ്രസിഡന്റ് ജിബി അബ്രഹാം നമ്മുടെ ഒപ്പം ചേരുകയാണ്. ഞാൻ ഇപ്പം ഈ തിരുവാണിയൂർ പഞ്ചായത്തിൽ വന്നിരിക്കുകയാണ്. തിരുവാണിയൂരിൽ 2020യുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മത്സരിപ്പിക്കുന്ന 100% സ്ത്രീകളെയാണ്. സ്ത്രീ സംവരണം പൂർണ്ണമായിട്ടും 100% നടപ്പിലാക്കിയിരിക്കുകയാണ്. അവരാണ് ജനങ്ങൾക്കിടയിലേക്ക് ഇനി സേവകരായിട്ട് വരുന്നത്, 2020യുടെ പ്രതിനിധികളായിട്ട്. അപ്പം ജിബി അബ്രഹാം ചേട്ടനാണ് ഇതിൻ്റെയൊക്കെ ചുമതലകൾ നോക്കുന്നത്. അപ്പോൾ ജിബി ചേട്ടാ, എങ്ങനെയുണ്ട് ഇപ്പം ഇവിടുത്തെ ഈ തിരുവാണിയൂരിലെ എൻ്റെ പൊന്നു മോനെ, 10 വർഷമായിട്ട് LDF ഭരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ റോഡുകളൊക്കെ കണ്ടാൽ അറിയാം, അല്ലെങ്കിൽ ഒരു വഴികളൊക്കെ കണ്ടാൽ അറിയാം, ഒന്നും തന്നെ ഇല്ല. എന്ത് പറയാനാ, നമുക്കങ്ങനെ ഒരു വിധിയായിപ്പോയി. പക്ഷെ അതിനൊരു മാറ്റത്തിനായിട്ട്, ഒരു പുതിയ പ്രതീക്ഷയായിട്ട് 2020 വന്നിരിക്കുകയാണ്. അതും 18 വാർഡുകളിലും വനിതകളെ അണിനിർത്തിക്കൊണ്ടാണ് ഇപ്രാവശ്യം 2020 ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്. അത് തന്നെ വലിയൊരു മാറ്റമാണ്. വനിതകളുടെ ഒരു കാര്യം പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരു വർക്കിംഗ് വുമൺ ആണെങ്കിൽ അവർ രാവിലെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷമാണ് ജോലിക്ക് പോകുന്നത്. അതിനുശേഷം വീണ്ടും വന്നിട്ടും അവരുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു. ശരിയല്ലേ? അത്രമാത്രം ഉത്തരവാദിത്തോടു കൂടിയാണ് വനിതകൾ ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ ജീവിക്കുന്നത്. പക്ഷെ ഇത് ആരും അത്രമാത്രം അഡ്രസ് ചെയ്തിട്ടില്ല എന്നുള്ള സത്യം തന്നെയാണ്. അല്ലെങ്കിൽ അതിന് ആരും ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. ശരിയാണല്ലോ മോനോ അഭിപ്രായം? അപ്പോൾ അതുപോലെ തന്നെ ആ ഉത്തരവാദിത്വത്തിൽ, ആ ഒരു ഡെഡിക്കേഷനിൽ, ആ ഒരു സേവന മനോഭാവത്തിൽ ഇപ്രാവശ്യം വനിതകൾ ഈ നാടിനെ രക്ഷിച്ചെടുക്കും. 2020 അതിന് നേതൃത്വം നൽകും എന്ന ശുഭപ്രതീക്ഷയാണ് നമുക്ക്. ഈ ബുക്ക്ലെറ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ റോഡ് വികസിപ്പിക്കുമെന്നാണ് പറയുന്നത്. ഇഷ്ടംപോലെ റോഡിൻ്റെ ചിത്രങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും. അപ്പം ഇവിടുത്തെ റോഡിൻ്റെയൊക്കെ അവസ്ഥകൾ എങ്ങനെയാണ്? ഞാൻ വന്നപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നതാണ് കണ്ടത്. അതാണ് മനസ്സിലാക്കുന്നത്. ഇത്രമാത്രം റോഡുകളുടെ ദുരവസ്ഥ ഇതിന് മുമ്പ് ഒന്നും ഉണ്ടായിട്ടില്ല. എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ളത് ഇതിൻ്റെ അധികാരികൾ പറയേണ്ടതാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് LDF ഭരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടുത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു റോഡ് പോലും നേരപാട്ടില്ലാത്തത് ഇപ്രാവശ്യത്തിൻ്റെ പ്രത്യേകതയാണ്. എനിക്കറിയില്ല, ഇത് നാട്ടിനെ ഒരു വെല്ലുവിളിച്ചിരിക്കുന്നതാണോ എന്താണെന്ന് അറിയില്ല. എന്തായാലും ജനങ്ങൾ തീരുമാനിക്കട്ടെ. CPM തന്നെയല്ലേ ഭരിക്കുന്നത്? തീർച്ചയായിട്ടും അതാണ് കഷ്ടം. CPM ഭരണത്തിലിരിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും പഞ്ചായത്തിൻ്റെ ഒക്കെ ഭരണത്തിലിരിക്കുന്ന CPM ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ഉത്തരവാദിത്വ ബോധമില്ലായ്മ തന്നെയാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം നിങ്ങൾ ഇവിടെ ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് 2020 ചെയ്തിരിക്കുന്ന മറ്റ് പഞ്ചായത്തുകൾ ചെയ്തിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് 2020 മോഡൽ ഭരണം ഉറപ്പാക്കുക. അത് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുക. അതായത് ഭക്ഷണമില്ലാത്തവന് ഭക്ഷണം, പാർപ്പിടമില്ലാത്തവന് പാർപ്പിടം, കുടിവെള്ളമില്ലാത്തവന് കുടിവെള്ളം, അതുപോലെ തന്നെ ജലസ്രോതസ്സുകളുടെ സംരക്ഷണം, വഴിവിളക്കുകൾ, നല്ല റോഡുകൾ, ഇങ്ങനെ വ്യക്തിഗത സഹായങ്ങൾ. അത് അർഹതയുള്ളവർക്ക്, പാർട്ടി നോക്കുന്നില്ല. ആർക്കാണ് സമൂഹത്തിൽ അർഹതയുള്ളത് അവർക്ക് എല്ലാവർക്കും വ്യക്തിഗത സഹായങ്ങൾ നമ്മൾ എത്തിക്കുന്നു. അങ്ങനെ നമ്മൾ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, സംരംഭത്വം വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഈ റോഡ് വികസനം തന്നെ ഒരുപാട് സംരംഭങ്ങൾക്ക് വരുവാനുള്ള ഏറ്റവും വലിയ കാര്യമാണ്. കാരണം റോഡിന് വീതി ഉണ്ടെങ്കിൽ ഒരുപാട് വെയർ ഹൗസുകളൊക്കെ ആയിക്കോട്ടെ, മറ്റു കമ്പനികളായിക്കോട്ടെ, മറ്റു വ്യവസായ സംരംഭങ്ങളായിക്കോട്ടെ, എല്ലാം വരുവാനുള്ള ഒരു
അവസ്ഥ സംജാതമാവും. അങ്ങനെ ഈ നാടിനെ സാമ്പത്തികമായി നീക്കിയിരിപ്പിലേക്ക് എത്തിച്ച് സമാധാനവും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞൊരു നാട്ടിലേക്ക് നാടുമായി കൊണ്ടുവന്ന് പാവപ്പെട്ടവരെയും സാധാരണക്കാരനെയും കൈപിടിച്ച് നിർത്തി ഈ നാടിനെ നമ്മൾ രക്ഷിച്ചെടുക്കുമെന്നുള്ളതാണ് 2020 വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇപ്പം ഈ അടുത്തിടയ്ക്ക് നടന്ന ഏറ്റവും വലിയൊരു വാർത്തയായിരുന്നു 2020 ഇവിടെ ഒരു സമാധാനമായിട്ടൊരു പ്രകടനം നടത്തിയപ്പോൾ CPM-കാർ വന്ന് ആക്രമിച്ചത്. അതെ, അത് വലിയൊരു ഷോക്കായിരുന്നു. കാരണം ഞങ്ങൾ സഹോദരങ്ങളെ പോലെയാണ് ഇവിടെ ജീവിച്ചുകൊണ്ടിരുന്നത്. കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്തും ആയിക്കോട്ടെ, അത് ആശയപരമായ ഇത് മാത്രമേ ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവരെല്ലാം വളരെ സൗഹൃദത്തിൽ ജീവിച്ചുകൊണ്ടിരുന്നതായിരുന്നു. പക്ഷേ എനിക്കറിയില്ല എന്താണ് അവരിലുണ്ടായ ഒരു പ്രകോപനം എന്നറിയില്ല. അതും വായി മൂടിക്കെട്ടി സമാധാനപരമായി മൗനജാഥ നടത്തിയ ഞങ്ങളെ ആയിരുന്നു അതിക്രൂരമായി മദ്യത്തിൻ്റെ ലഹരിയിൽ നമ്മളെ ആക്രമിച്ചത്. ഭയമാണോ അവരുടെ? അത് തീർച്ചയായിട്ടും അവരുടെ കാലിലെ ചോട്ടിൽ മണ്ണ് ഇളകി പോകുമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്നൊരു ഭയവും വിഭ്രാന്തിയൊക്കെ ആയിരിക്കാം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇനി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഭാവിയിൽ ഉണ്ടാവാതിരിക്കട്ടെ. കാരണം ഈ ഇലക്ഷൻ ഇപ്പോഴും കഴിയില്ലേ, അതിനുശേഷം എല്ലാവരും സഹോദരന്മാരെ പോലെ ജീവിക്കേണ്ട ഒരു നാടല്ലേ. അപ്പോൾ ഇനി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് ആഗ്രഹവും പ്രാർത്ഥനയും. ഈ ജനങ്ങൾക്കിടയിലേക്ക് ചെന്നപ്പോൾ അവരുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? നമ്മളുടെ ഈ എല്ലാ സ്ഥാനാർത്ഥികളുമായിട്ടും പോകുമല്ലോ കൂടെ. തീർച്ചയായിട്ടും വലിയൊരു മാറ്റത്തിൻ്റെ ഒരു മാറ്റൽ കാണുന്നുണ്ട്. കാരണം സർവ്വ ആളുകൾക്ക് ഒരു മാറ്റം വേണമെന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ വ്യക്തി ജീവിതത്തിലായാലും സമൂഹ ജീവിതത്തിലായാലും കാലാകാലങ്ങളുള്ള മാറ്റം ഉണ്ടായില്ലെങ്കിൽ അതിൻ്റെ നഷ്ടം ആ വ്യക്തിക്കും ആ സമൂഹത്തിനുമാണ്. അത് തർക്കമില്ലാത്ത കാര്യമാണ്, അല്ലേ? ആർക്കായാലും തർക്കമില്ലാത്ത. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ജനങ്ങൾ ഇപ്രാവശ്യം മുന്നോട്ട് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ TN ശേഷൻ എന്ന് പറയുന്ന സാറ് ഇലക്ഷൻ കമ്മീഷൻ ആയിരുന്നപ്പോഴാണ് ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തത്. ഇന്ന രീതിയിലുള്ള കാര്യങ്ങൾ വേണം, ഇന്ന രീതിയിലുള്ള അതിൻ്റെ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നല്ല. അപ്പോൾ ഇലക്ഷനുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്നതെന്ന് പറഞ്ഞാൽ സത്യത്തിൽ ആ TN ശേഷൻ എന്ന് പറഞ്ഞ ഒരു കമ്മീഷണറായിരുന്നു. അതുപോലെ തന്നെയാണ് 2020 എന്ന പ്രസ്ഥാനവും ജനങ്ങൾക്ക് എങ്ങനെ സേവനം ചെയ്യാം, നാടിനെ എങ്ങനെ വികസനം ചെയ്യാം, എങ്ങനെ സമ്പൽ സമൃദ്ധിയിലേക്ക് ഒരു നീക്കിയിരിപ്പ് വരുത്താം എന്നത് ചർച്ചയായത് 2020 എന്ന പ്രസ്ഥാനം ഈ നാട്ടിൽ വന്നപ്പോഴാണ്. അതിൽ കേരളം മുഴുവൻ ചർച്ചയായതാണ്. അതിന് മുമ്പ് ഇതൊന്നും നമ്മൾ അറിയുന്നുണ്ടായിരുന്നില്ല, ശരിയല്ലേ? സാധാരണക്കാരനെ യാതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അവനൊക്കെ എങ്ങനെയോ ജീവിച്ചു പോകുന്നു, എങ്ങനെയോ കുറേ ആളുകൾ ഇങ്ങനെ ഭരിച്ചു പോകുന്നു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് വേറൊരു ചിന്ത ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാലഘട്ടത്തിലുള്ള മാറ്റം നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായ സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ആ ഒരു സാഹചര്യം മുതലാക്കിയാൽ ഇവിടുത്തുള്ള ജനങ്ങൾ ബുദ്ധിമാന്മാരായിരിക്കും. തീർച്ചയായിട്ടും. എന്തായാലും നമുക്ക് ഈ 18 വാർഡുകളാണ് തിരുവാണിയൂരുള്ളത്. ഈ 18 വാർഡുകളിലെയും വനിതാ മെമ്പർമാരായിട്ട് മത്സരിക്കുന്ന സ്ത്രീകളെ കൂടി കാണാം. അവരെല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. ജിബിച്ചേട്ടൻ്റെ വീട്ടിൽ തന്നെയാണ്. നമുക്കപ്പം അവരുടെ വിശേഷങ്ങൾ കൂടി കാണാം. ഇപ്പം ഇതൊക്കെയാണ് നമ്മുടെ സ്ഥാനാർത്ഥികളല്ലേ? അവരാണ് നമ്മുടെ സ്ഥാനാർത്ഥികൾ. 18 വാർഡിലും വനിതകളാണ്. ഒരാളുടെ കുറവുണ്ടല്ലേ? അതെ, ഒരാൾ കുറവുണ്ട്. ഒരാൾ പനിയായിട്ട് നിൽക്കുന്നു. അപ്പോൾ 2020 18 സ്ഥാനാർത്ഥികളിൽ 17 പേര് ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്. ഒരാൾക്ക് വരാനൊരു അസൗകര്യം ഉണ്ടായിരുന്നു. എന്തായാലും നമുക്ക് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. ചേച്ചി ഏത് വാർഡില്ല? എൻ്റെ പേര് എബിമോൾ ജോസഫ്. ഞാൻ ചെമ്മനാട് നോർത്ത് 6-ാം വാർഡിൽ മത്സരിക്കുന്നു. എൻ്റെ പേര് മോൾസി, ഞാൻ മോനപ്പള്ളി 7-ാം വാർഡ്. എൻ്റെ പേര് സുമി അനൂപ്, ഞാൻ കോക്കപ്പള്ളി ഈസ്റ്റ് 4-ാം വാർഡ്. എൻ്റെ പേര് ലിസി പൗലോസ്, വാർഡ് 2 മറ്റക്കുഴി വെൺമണി. ഞാൻ ദിയ വിൽസൺ, വാർഡ് 14 വണ്ടിപ്പേട്ട. ഞാൻ ധന്യശ്രീ NP, വാർഡ് 15 വെണ്ണിക്കുളം. ഞാൻ വിൽമ ജോർജ്, തിരുവാണിയൂർ സിറ്റി. ഞാൻ റെജി വർഗീസ്, വാർഡ് 13 കണ്ണിയാട്ടുനിരപ്പ്. ഞാൻ അനു കുര്യൻ, വാർഡ് 16 മുരിയമംഗലം സൗത്ത്. ഞാൻ ബിൻസി സജീവ്, വാർഡ് 9 മരങ്ങാട്ടുള്ളി. ഞാൻ ജിൻസി ജോർജ്, വാർഡ് 17 മുരിയമംഗലം നോർത്ത്. ഞാൻ വിജയശ്രീ CS, വാർഡ് 1 കക്കാട്. പ്രിൻസി എൽദോ, വാർഡ് 5 ചെമ്മനാട് സൗത്ത്. ഞാൻ നാൻസി റോയ്, വാർഡ് 11 തിരുവാണി സൗത്ത്. ഞാൻ ശ്രീരഞ്ജിനി, വാർഡ് 18 മാമല. അനീക്കെ മത്തായി, വാർഡ് 8 വെങ്കിട. ഇഷാമോൾ MG, വാർഡ് 10 പഴുക്കാമറ്റം. അപ്പോൾ നമുക്ക് ഇവരോടൊക്കെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കണം. എല്ലാവരും പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഈ മത്സരരംഗത്തേക്ക് ആദ്യമായിട്ടാണോ? അതെ, ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. ഞാനൊരു വീട്ടമ്മയാണ്. തികച്ചും യാദർച്ഛികമായിട്ട് തന്നെയാണ് വരുന്നത്. പിന്നെ എൻ്റെ വീട് കിഴക്കമ്പലം ഭാഗത്ത് തന്നെയാണ്. അവിടുത്തെ വികസനങ്ങളും കാര്യങ്ങളും കണ്ടിട്ട് തന്നെയാണ് ഞാൻ അത് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഇതിനകത്തോട്ട് ഇറങ്ങി വന്നിരിക്കുന്നത്. വളരെ താല്പര്യത്തോടു കൂടി വന്നിരിക്കുന്നത്. പ്രബലരായ രാഷ്ട്രീയ പാർട്ടികളോടാണ് നമ്മൾ ഏറ്റുമുട്ടാൻ പോകുന്നത്. അതിൻ്റെ എന്തെങ്കിലും പേടിയുണ്ടോ? അങ്ങനെ പേടിയൊന്നുമില്ല. നമ്മളെന്തായാലും ഞങ്ങൾ തിരുവാണിയൂർ പഞ്ചായത്ത് പിടിക്കും, ഉറപ്പായിട്ടും പിടിക്കും. ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. ഞങ്ങൾ അതിന് തന്നെ ഉറച്ച വിശ്വാസത്തോടുകൂടി ഞങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് തന്നെ.
ഇത്ര ഒരു വിശ്വാസം വരാനുള്ള കാരണം എന്താ? നമ്മൾ 2020 പാർട്ടി എന്ന് വെച്ചാൽ ജനങ്ങളുടെ നന്മയ്ക്കും സേവനത്തിനും വേണ്ടി മാത്രം ഉള്ള ഒരു പാർട്ടിയാണ്. അപ്പം നമ്മൾ തീർച്ചയായും ജനങ്ങളിലേക്ക് അത് എത്തിക്കണമെന്നുള്ള ഒരു എത്തിക്കുമെന്നുള്ള ഒരു വിശ്വാസമുണ്ട്. ജനങ്ങൾക്ക് നന്മ മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ പാർട്ടി മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെപ്പോലെയുള്ള വീട്ടമ്മമാർ ഇറങ്ങിയാൽ തീർച്ചയായിട്ടും ഒരു പുരോഗതി നമ്മുടെ നാടിനുണ്ടാകും. വീട്ടമ്മമാരുടെ കാര്യം പറയുമ്പോൾ വീട്ടമ്മമാർക്ക് ഈ നാട്ടിലെ കാര്യങ്ങളൊക്കെ നന്നാക്കിയെടുക്കാൻ കഴിയുമെന്ന് വിശ്വാസമുണ്ട്. തീർച്ചയായും സ്ത്രീകൾക്ക് പൊതുവെ സമൂഹത്തിൻ്റെ കാര്യങ്ങളിൽ ഇടപെട്ട് നന്നായി അത് ചെയ്യാനുള്ള പ്രത്യേക ഒരു കഴിവുണ്ട്. കാരണം പല കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാനുള്ള കഴിവ് സ്ത്രീക്കുണ്ട്. അപ്പോൾ ആ കഴിവ് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞങ്ങളെല്ലാവരും ഇവിടെ സ്ഥാനാർത്ഥികളായിട്ട് വരാനിടയായത്. പിന്നെ ഞങ്ങൾ പുറത്തേക്കിറങ്ങി ഈ 2020യെക്കുറിച്ച് ഞങ്ങൾക്ക് കൂടുതൽ പറയേണ്ട ഇട വരുന്നില്ല. ഒരു മാറ്റം ആഗ്രഹിച്ച് ഞങ്ങൾ വീടുകളിൽ ചെല്ലുമ്പോൾ ഞങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളാണ്. മാറ്റം ഞങ്ങൾക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇത് ഡൽഹിയിലോ അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിലോ നടക്കുന്ന ഒരു കാര്യമല്ല. നമ്മുടെ തൊട്ടടുത്ത് നടന്ന് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അരമണിക്കൂർ കൊണ്ട് നമുക്ക് എത്താൻ കിഴക്കമ്പലത്ത് അല്ലെങ്കിൽ 2020 ഭരിക്കുന്ന സ്ഥലങ്ങളിൽ അവിടെ നിന്ന് നല്ല കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ നേരിട്ട് കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ ഒരു മാറ്റം ഞങ്ങളിലേക്കും എത്തണമെന്ന് നമ്മുടെ ഇവിടെയുള്ള ആളുകളെല്ലാം ആഗ്രഹിച്ചിരിക്കുന്നു. അവരുടെ ഇടയിലേക്കാണ് ഞങ്ങൾ ഇറങ്ങി ചെല്ലുന്നത്. അപ്പോൾ ആ ഒരു വലിയ സ്വീകാര്യത, പാർട്ടിക്കുള്ളൊരു സ്വീകാര്യത, ഈ പ്രസ്ഥാനത്തുള്ളൊരു സ്വീകാര്യത അത് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ഈ 18 പേരുടെയും വിജയം ഞങ്ങൾ ഉറപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ തന്നെയാണോ? അങ്ങനെ തന്നെയാണ്. ചെല്ലുമ്പോൾ ഉള്ള പ്രതികരണം എങ്ങനെയാണ്? ചെല്ലുമ്പോൾ മറ്റുള്ള പാർട്ടിക്കാരെക്കാളും നമുക്കൊന്നുകൂടെ സ്വീകാര്യതയുണ്ട്. കാരണം നമുക്ക് ഏത് വീട്ടിലും ധൈര്യത്തോടു കൂടി കയറി ചെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ സന്തോഷത്തോടു കൂടി തന്നെ അവർ സ്വീകരിക്കുന്നതും നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും അവർ മനസ്സ് കാണിക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു മാറ്റം ഞങ്ങളുടെ നാടിനുണ്ടാവുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലുമ്പം അവർ കൂടുതലും പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവർക്ക് ഒരു മാറ്റം തന്നെയാണ് അവരും ആവശ്യപ്പെടുന്നത്. കാരണം പല ഇപ്പോൾ 2 രാഷ്ട്രീയ പാർട്ടികളും മാറി ഭരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അവർക്ക് മടുത്തു എന്ന് തന്നെയാണ് അവർ പറയണത്. അപ്പോൾ അവർക്ക് 2020 അവർ ഒരുപാട് പേരും 2020 സ്വീകരിക്കുന്നവർ തന്നെയാണ്. അവർക്കത് മാറ്റം ആവശ്യമാണ്. അതുകൊണ്ട് ഞങ്ങൾക്കും അവരോട് ഇടപെടാനും താല്പര്യം തന്നെയാണ്. എന്തൊക്കെ ആവശ്യങ്ങളാണ് അവർ പറയുന്നത്? മെയിനായിട്ട് നമ്മുടെ നാടിൻ്റെ വികസനം ജനങ്ങളുടെ ഒരു ആവശ്യമാണ്. നമ്മുടെ റോഡുകൾ, അതുപോലെ വഴിവിളക്കുകൾ, പിന്നെ പ്രത്യേകിച്ച് തിരുവാണിയൂർ പഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരു കർഷക മേഖലയാണ്, കാർഷിക മേഖല. അപ്പോൾ ഒരു കർഷകൻ്റെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ അവർക്ക് കാർഷികമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള നല്ല സംവിധാനങ്ങൾ, അവരുടെ അധ്വാനത്തിന് കിട്ടേണ്ടതായ ഒരു അതെ അത് അവർക്ക് കിട്ടണം. അതുപോലെ തന്നെ സ്ത്രീകളായ ഞങ്ങൾ രാത്രിയിലൊക്കെ ഇപ്പോൾ സഞ്ചരിക്കേണ്ട സാഹചര്യങ്ങൾ നമ്മുടെ നാടിൻ്റെ മാറ്റത്തിനനുസരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വഴിവിളക്കുകൾ വളരെ അത്യാവശ്യമായിരിക്കുന്ന ഒരു സാഹചര്യം. അതുപോലെ റോഡൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ നമ്മളിന്ന് ഏറ്റവും റോഡിൻ്റെ കുഴികളും റോഡിൻ്റേതായ പ്രശ്നങ്ങളും ഏറ്റവും അധികം ഞങ്ങളെയൊക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ ഞങ്ങളുടെ നാടിൻ്റെ ഒരു മെയിൻ ആവശ്യങ്ങളിൽ വികസനത്തിൽ വരേണ്ടതായ ആവശ്യങ്ങളാണ്. അതുപോലെ തന്നെ അതിദാരിദ്ര്യം തുടച്ചു നീക്കിയെന്ന് പറയുന്ന കേരളത്തിൽ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആശുപത്രിയിൽ പോകാൻ കാശ് പോലും ഇല്ലാത്ത തരം വീടുകളൊക്കെ ഞാൻ വീടുകൾ കയറുമ്പോൾ എനിക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഭവനങ്ങൾക്ക് വ്യക്തിഗതമായ ആനുകൂല്യങ്ങൾ, അവരുടേതായ വീടിൻ്റെ സാഹചര്യങ്ങൾക്ക് മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതായ ഒരു ആവശ്യം ഞങ്ങളുടെ വാർഡിൽ എനിക്ക് നന്നായി അറിയാവുന്ന സാഹചര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കണം. അങ്ങനെയുള്ള ആവശ്യങ്ങളാണ് ജനങ്ങൾ മെയിനായിട്ട് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇപ്പം ചെല്ലുമ്പോൾ കുട്ടികളെയൊക്കെ കാണാറുണ്ടല്ലോ, കുട്ടികളൊക്കെ ആവശ്യത്തോടാണോ സ്വീകരിക്കുന്നത്? പൊതുവേ ഞങ്ങൾക്ക് സ്ത്രീജനങ്ങളാണ് കൂടുതൽ സപ്പോർട്ട് തരുന്നത്. എന്ന് വെച്ചാൽ ഞങ്ങൾ സ്ത്രീകളായതുകൊണ്ട് അവർക്ക് അവരുടെ കാര്യങ്ങൾ തുറന്നു പറയാനുള്ളൊരു താല്പര്യം കാണിക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടും മാറ്റം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ നല്ലപോലെ നമ്മുടെ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സമിതി ഞങ്ങൾ സ്ത്രീകളെ തിരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം തന്നെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ നേരിട്ട് വീടുകളിൽ ചെന്ന് അവരോട് ഷെയർ ചെയ്ത് അങ്ങനെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്ത് പിന്നെ ആളുകൾ പൊതുവേ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വെറുത്തു തുടങ്ങി. അത് ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങളോട് അവർ ഷെയർ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീകൾ ഷെയർ ചെയ്യുന്നുണ്ട്. പുരുഷന്മാരങ്ങനെ തുറന്ന് പറയണമെങ്കിൽ ഇല്ലെങ്കിൽ പോലും അവരുടെ മനസ്സിലുണ്ട് മാറ്റങ്ങൾ വരും. തന്നെയല്ല ഒരു കുടുംബം ഞങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടല്ലോ. പിന്നെ ഞങ്ങൾ എല്ലാവരും തന്നെ ജോലിയുള്ളവരാണ്. അപ്പോൾ ജോലി സ്ഥലത്തും കുടുംബത്തിലും ഞങ്ങൾ കാര്യങ്ങൾ എല്ലാ രീതിയിലും കൈകാര്യം ചെയ്യുന്നവരായതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ വാർഡും ഞങ്ങളുടെ പഞ്ചായത്തും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങളുടെ പാർട്ടിക്കും ഞങ്ങൾ നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെല്ലാവരും മുന്നോട്ട് വന്നത്. അടിയുറച്ച പാർട്ടി വിശ്വാസികളായിരുന്ന പലരും ഉണ്ട്.
ആ പാർട്ടിയിലുള്ള പ്രവർത്തനങ്ങളും അഴിമതികളും കണ്ട് മടുത്തിട്ടാണ് ഞങ്ങളെല്ലാവരും വേറൊരു എന്നുവെച്ചാൽ ചില വീടുകളിൽ ചെല്ലുമ്പോൾ അവർ പറഞ്ഞു ഇത്തവണ ഞങ്ങൾ ഇലക്ഷന് പോകണില്ല, വോട്ട് ചെയ്യണില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്താണ് കാരണം, ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ച് കഴിയുമ്പോഴത്തേനും അവർ പറഞ്ഞു പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ട് എന്താ കാര്യം, ഒരു കാര്യമില്ല. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ മൂന്നാമതൊരു പാർട്ടിയാണ്, അപ്പം ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയേക്കണേ. അപ്പോൾ അതിൻ്റെ ഞങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ അവർ നമ്മൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് എന്തായിരിക്കും ചെയ്തു കൊടുക്കുക? നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തോളൂ. അതായത് റോഡ്, വെള്ളം, പാർപ്പിടം, ഇതൊക്കെയാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആളുകളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവരുടെ വീടുകളൊക്കെ കാണാറുണ്ട്. വീടുകളിലെ സാഹചര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ഇവർ എല്ലാ രീതിയിലും വികസനം എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൊക്കെ അവർ പറയുന്നുണ്ടെങ്കിൽ ആ വികസനമൊന്നും ഒരു വീട്ടിലും ഇല്ല. പിന്നെ ഇതിൽ ഞങ്ങൾക്ക് വീടുകൾ കയറിയപ്പോൾ തോന്നിയത് ചിലരിങ്ങനെ രാഷ്ട്രീയ പാർട്ടിയിൽ ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റിൽ നിൽക്കുന്നുണ്ടെങ്കിലും അവരുടെയൊക്കെ പെണ്ണുങ്ങൾ വല്ലാതെ സഫർ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ കുറച്ച് കൂട്ടം ആൾക്കാരുടെ അടുക്ക അവർ മനസ്സൊന്നും തുറക്കുന്നില്ല. പക്ഷേ ഞങ്ങൾ പേഴ്സണലി അവരെ സമീപിക്കുമ്പോൾ അവർ ഇതിൽ നിന്നൊന്ന് എങ്ങനെയാണ് എസ്കേപ്പ് ചെയ്യേണ്ടതെന്ന് നോക്കി പുതിയൊരു പാർട്ടീനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന പോലെയാണ്. അപ്പോൾ ഫുൾ സപ്പോർട്ട് നമുക്കുണ്ട്. കാരണം ആ ഇതുവരെ നിന്ന രാഷ്ട്രീയത്തിൽ നിന്നിട്ട് അവർക്ക് ഒരു ബെനിഫിറ്റും കിട്ടിയില്ല എന്നുള്ളതാണ് മനസ്സിലായത്. അപ്പോൾ ഞങ്ങൾ പ്രത്യേകിച്ചൊരു പെണ്ണുങ്ങളായതുകൊണ്ടും പെണ്ണുങ്ങൾക്ക് നന്നായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ ഒരു സാഹചര്യം കിട്ടുമ്പോൾ അവർ ഓപ്പണായിട്ട് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ എല്ലാവരും കൂടി ചെല്ലുമ്പോൾ അവരത് മിണ്ടാതെ നിൽക്കണമെങ്കിലും ഇപ്പം ഞങ്ങളൊരു മൂന്നാമത്തെ റൗണ്ട് പകുതിയായി. അപ്പോൾ നമ്മൾ 2-3 പ്രാവശ്യം കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്കൊരു വിശ്വാസം വന്നു ഞങ്ങളിൽ. അപ്പോൾ അവർ പറയുന്നത് വെച്ചിട്ട് അവർക്കിങ്ങനെ മൂന്നാമതൊരു അടുത്തൊരു ചോയ്സ് വന്നേക്കും. അതവർ എന്താണേലും ഇത്തവണ അത് ഇലക്ഷനിൽ നമുക്കത് കാണാൻ പറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാരുടെ എക്സ്പ്രഷനിൽ നിന്ന്. വോട്ടുകളായിട്ട് അതെല്ലാം കിട്ടും അല്ലേ? തീർച്ചയായിട്ടും എല്ലാവരും ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. എല്ലാവരും അങ്ങനെ പറയുന്നുമുണ്ട്. നമ്മൾ അതുപോലെയാണ് ഇപ്പോഴത്തെ റോഡുകൾ എല്ലാം കണ്ടു കഴിഞ്ഞാൽ തന്നെ അതേ അവസ്ഥയിലാണ് കിടക്കുന്നത്. വഴിവിളക്കുകളാണെങ്കിലും എല്ലായിടത്തും അത് എല്ലാ പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് മിക്ക സ്ത്രീകളും ഇതുപോലെ മാറ്റം വേണം, നമുക്ക് എന്തായാലും ഒരു മാറ്റം വേണം എന്ന് തന്നെയാണ് പറയുന്നത്. എല്ലാവരും അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നു. ഇത്രയും പേര് സ്ത്രീകളുടെ കാര്യം പറഞ്ഞു, പുരുഷന്മാർ നമ്മളോട് എങ്ങനെയാണ്? നല്ല സമീപനമാണ്. അതായത് എല്ലാവരും തന്നെ ഈ പറഞ്ഞ ഒരു പൊതുവെ എല്ലാവർക്കും ഒരു മാറ്റം അനിവാര്യമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് അത് മാക്സിമം ഞങ്ങൾക്ക് മുതലെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഓക്കെ, കുട്ടികളോടൊക്കെ സംസാരിക്കാറുണ്ടോ പോകുന്ന സമയത്തൊക്കെ? അവരെങ്ങനെ 2020 പറ്റിയുള്ള അഭിപ്രായം എന്താണ് പറയുന്നത്? നമുക്ക് ചെറിയ കുട്ടികൾക്ക് 2020 എന്ന് പറഞ്ഞാൽ മാത്രമേ അതിനെക്കുറിച്ച് അറിയുള്ളൂ. പക്ഷേ ഒരു 10-13 വയസ്സുള്ള കുട്ടികളുടെ അടുത്ത് പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് അവരുടെ മുഖത്ത് കാണുന്നത്. അവർക്ക് 2020 എന്താണെന്ന് അറിയാം. കുറച്ചും കൂടെ നമ്മൾ പറയും നമ്മളിങ്ങനെ 2020യുടെ ഭാഗമായിട്ടാണ് വരുന്നതെന്ന് പറയുമ്പോൾ അവരുടെ മുഖത്ത് നമുക്ക് ആ സന്തോഷം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ വളർന്നു വരുന്ന ഒരു തലമുറയും നമ്മുടെ കൂടെ നിൽക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. സാബു സാറിനെ പറ്റിയിട്ട് എന്താണ് എല്ലാവരും പറയുന്നത്? നല്ല അഭിപ്രായമാണ് എല്ലാവരും പറയുന്നത്. നമ്മുടെ ഭരണം മാറി വരണം. എല്ലാവർക്കും തന്നെ നല്ല എന്താ പറയുക, ഒരുപാട് ദാരിദ്ര്യം അനുഭവിക്കുന്നവരും കുറേ അങ്ങനെ താഴേക്കടിയിലുള്ള ഒരുപാട് പേരുണ്ട്. അവർക്കൊന്നും നമ്മുടെ മറ്റുള്ള പാർട്ടികളുടെ ഭാഗത്ത് നിന്നൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് മാറ്റം ഉണ്ടാവണം. സാറ് വരണം എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ഈ ചെല്ലുന്ന സമയത്ത് ഇപ്പം ഭരിക്കുന്നത് നമ്മുടെ CPM-നെ പറ്റിയിട്ട് ആളുകളുടെ അഭിപ്രായം എന്താണ്? അത് രണ്ട് പാർട്ടിയിൽ നിന്നൊരു വ്യത്യസ്തത 2020 പാർട്ടിക്കുണ്ട്. അതായത് ജനമനസ്സുകളിലേക്ക് ഇറങ്ങിച്ചെന്നൊരു പാർട്ടിയാണ്. അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരെ സഹായിക്കാനായിട്ട് കഴിയുന്ന ഒരു സംവിധാനം നമുക്കുണ്ട്. അതാണ് ശരിക്ക് അവർ ഭയക്കുന്നുമുണ്ട് അതിന്. പക്ഷെ നമ്മൾ മുന്നേറും, അതിനുള്ള നല്ല ഉറച്ച വിശ്വാസം നമുക്ക് ഈ 18 പേർക്കും ഉണ്ട്. ഈ നേരത്തെ ഇവിടെ ഒരു സമാധാനപരമായിട്ട് ഒരു മൗനജാഥ നടത്തിയപ്പോൾ CPM-കാരെ ആക്രമിച്ചൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ജനങ്ങൾക്ക് ഒരുപാട് അവരോടുള്ളൊരു വിദ്വേഷം ഉണ്ടായിട്ടുണ്ടോ ആ പാർട്ടിയോട്? അത് മെയിനായിട്ട് വന്നത് നെഗറ്റീവ് കുറേ അവർക്ക് അതാ ഒരു സംഭവം നടന്ന ശേഷം ആളുകൾക്ക് കാര്യങ്ങൾ കുറച്ച് മനസ്സിലായി. എന്താണെന്ന് പറഞ്ഞാൽ 2020 പാർട്ടി എന്ന് പറഞ്ഞാൽ അവർക്ക് സമാധാനമായിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ്. ഇതിപ്പോൾ അന്നത്തെ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് ഒരുപാട് ആൾക്കാർ മാറി ചിന്തിച്ചു. പിന്നെ നമ്മൾ വീട് കയറുമ്പോൾ ഞങ്ങൾ ഇപ്പോൾ 3 റൗണ്ട് വീട് കയറിക്കൊണ്ടിരിക്കുകയാണ്. വീട് കയറിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ കുടിവെള്ളം പോലും ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട് നമ്മുടെ ഏരിയയിൽ. അപ്പോൾ ഇവരൊക്കെ എല്ലാ സംഗതിയും കിട്ടി കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ഞങ്ങൾക്ക് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത്. കുടിവെള്ളം പോലും കിട്ടുന്നില്ല. അപ്പോൾ അതൊക്കെ ആ ഒരു അടിസ്ഥാനം കൊടുക്കേണ്ടത് നമുക്ക് ജനങ്ങളുടെ അടിസ്ഥാന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണല്ലോ ഏതൊരു പാർട്ടിയുടെയും ആവശ്യം. അപ്പോൾ അത് അങ്ങനെ ചെയ്തു കൊടുക്കണേ 2020 പാർട്ടി ഇവിടെ വരണം. വന്നാൽ മാത്രം നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ജനങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കും. ഈ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റായിരുന്നു കിഴക്കമ്പലത്തെ ഏറ്റവും
വലിയൊരു സംഭവം 2020 നോക്കി കണ്ടിരുന്നത്. ഇവിടെയുള്ള ജനങ്ങൾക്ക് അത് എങ്ങനെ കൊടുക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതിനെപ്പറ്റിയുള്ള തീരുമാനങ്ങൾ നമുക്ക് വരുന്നതേ ഉള്ളൂ, വരുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നതും. സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു മാസത്തിൽ നമുക്കൊരു ചിലവ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പോഴത്തെ ഈ വിലക്കയറ്റത്തിൻ്റെ ഈ സാഹചര്യത്തിൽ ഒരു ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടാണ് ജീവിതം കഴിച്ചു കൂട്ടാൻ. പ്രത്യേകിച്ച് ഞങ്ങൾ സ്ത്രീകൾ അടുക്കളയിൽ കൂടുതൽ ഇരിക്കുന്നവരായതുകൊണ്ട് നമുക്കറിയാം ഓരോ സാധനങ്ങളും ഇപ്പോൾ വെളിച്ചെണ്ണയായാലും തേങ്ങയായാലും ഒക്കെ നമ്മൾ നേരത്തേക്ക് നിസ്സാര വിലയ്ക്ക് നമുക്കത് കിട്ടിക്കൊണ്ടിരുന്നതാണ്. വിലക്കയറ്റം നമ്മളെ സംബന്ധിച്ച് ഏറ്റവും നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ്. കുഞ്ഞുങ്ങളുടെ പഠിത്തം അതെല്ലാം കൂടി വരുമ്പോഴത്തേക്കും നമുക്ക് താങ്ങാനുള്ള സാഹചര്യം ഇല്ല. അപ്പം അതിനൊരു മാറ്റം വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിലൂടെ അത് സാധ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്ത് വാഗ്ദാനമാണ് ചേച്ചി മത്സരിക്കുന്ന വാർഡിലുള്ള ജനങ്ങൾക്ക് കൊടുക്കുന്നത്? ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം പഞ്ചായത്തിൽ നിന്ന് ചെയ്തു കൊടുക്കാവുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ തീർച്ചയായിട്ടും അവർക്ക് ചെയ്തു കൊടുക്കും. ഇത്രയും നാളും ഭരിച്ച പാർട്ടിക്കാർ അത് ഇത് തരുമെന്ന് പറഞ്ഞ വാഗ്ദാനങ്ങൾ മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളൂ. നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നു, ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ഈ ഇപ്പോഴത്തെ നിലവിലെ സർക്കാരിൻ്റെ വീഴ്ചകളൊക്കെ ഒരുപാടുണ്ട്. അതൊക്കെ നമുക്ക് വോട്ടുകളായിട്ട് ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. നമ്മൾ ചെല്ലുന്ന പ്രദേശങ്ങളിൽ നിന്നെല്ലാം ഉള്ള ജനങ്ങളുടെ സപ്പോർട്ട് വെച്ച് നോക്കുമ്പോൾ നമ്മളോടുള്ള ഒരു ആളുകളുടെ സംസാരമൊക്കെ വെച്ചിട്ട് നമുക്ക് തീർച്ചയായിട്ടും അത് വോട്ടായിട്ട് വീഴുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കങ്ങളുമില്ല. ഉറപ്പായിട്ടും നമ്മൾ ജയിക്കും. ഈ 18 വാർഡും നമ്മൾ പിടിച്ചെടുക്കും തീർച്ചയായിട്ടും. അപ്പം 18 പേരും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് തിരുവാണിയൂർ പഞ്ചായത്ത് പിടിച്ചെടുക്കുമെന്ന് തന്നെ വലിയ വിശ്വാസത്തിലാണ് അവർ നമ്മളോട് പ്രതികരിച്ചത്. ഇപ്പം ജിബിച്ചേട്ടാ, ഈ 18 പേരെയും കൊണ്ട് നിങ്ങൾ ഈ പഞ്ചായത്ത് തൂത്തുവരുമോ? തീർച്ചയായിട്ടും തൂത്തുവരും. അവരോട് വാക്കുകളിൽ തന്നെ ഒരു ആത്മവിശ്വാസമില്ലേ അല്ലേ? പീയൂഷിന് എന്ത് തോന്നുന്നു? തീർച്ചയായും സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, അവരൊരു കോൺഫിഡൻറ്റ് ലെവലിലാണ്. ഒരു നാട്ടിലൊരു മാറ്റം ഉണ്ടാകാനായിട്ട് ഒരു ടീം വർക്കായിട്ട് നമ്മളത് മുന്നോട്ട് നീങ്ങും. 2020 അതിന് നേതൃത്വം നൽകും. നാട് രക്ഷപ്പെടും. 2020 ഏറ്റവും വലിയൊരു മുഖമുദ്ര എന്ന് പറഞ്ഞാൽ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റായിരുന്നു. കിഴക്കമ്പലത്തെ എല്ലാവരും നോക്കിക്കൊണ്ടിരുന്ന അങ്ങനെയാണ്. ജനങ്ങൾക്കൊക്കെ ഒരുപാട് ഉപകാരപ്രദമായ ഒരു സംവിധാനമായിരുന്നു. തിരുവാണിയൂർ പഞ്ചായത്ത് നിങ്ങൾ പിടിച്ചെടുത്താൽ ആ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ഇവിടെ കൊണ്ടുവരുമോ, അല്ലോ അതിനെന്തെങ്കിലും ബദൽ സംവിധാനം ഒരുക്കുമോ? ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് കിഴക്കമ്പലത്ത് ഡിസംബർ 20 തുറക്കും. അപ്പോൾ ഇവിടെയുള്ള ആളുകൾക്കെല്ലാം അതിൻ്റെ ഗുണഗണങ്ങൾ ലഭിക്കും. അതുപോലെ തന്നെ ഈ പ്രാവശ്യം 2020 മുന്നോട്ട് വയ്ക്കുന്നത് ഭക്ഷ്യസുരക്ഷയ്ക്ക് അപ്പുറമായിട്ട് ലോയൽറ്റി കാർഡാണ്. ജീവിത സുരക്ഷ എന്ന് പറയുന്ന ഒരു കാർഡാണ്. ഈ കാർഡ് ഉണ്ടെങ്കിൽ പല മേഖലകളിലും നമുക്ക് 25% മുതൽ 50% വരെ ഡിസ്കൗണ്ട് കിട്ടുന്ന ഒരു കാർഡാണ് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്രാവശ്യം ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം, വിജയിച്ചതിന് ശേഷം, സത്യപ്രതിജ്ഞ കഴിഞ്ഞ് നമ്മൾ പ്രവർത്തനങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ ആളുകൾക്ക് ലഭിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും. നമുക്കിവിടെ ഈ ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുന്ന 2 സ്ഥാനാർത്ഥികൾ കൂടിയുണ്ട്. അതെ, അവരെയും കൂടി വിളിക്കാം നമുക്ക്. ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമോ ചേട്ടാ? തീർച്ചയായിട്ടും. ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ആളാണ് ജോളി ജേക്കബ്. ചേട്ടൻ? ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മറ്റക്കുടി ഡിവിഷൻ, തിരുവാണി പഞ്ചായത്തിൽ മറ്റക്കുടി ഡിവിഷൻ. ഓക്കെ. എങ്ങനെയുണ്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുമ്പോൾ കുറേ ആളുകളെ കാണേണ്ടി വരും. അപ്പം എങ്ങനെയാണ് അതിൻ്റെ ഒരു നല്ലൊരു പ്രതികരണമാണ് ആൾക്കാരുടെ ഭാഗത്തുനിന്ന് വരുന്നത്. ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് 2020 ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത്. അത് ഓൾറെഡി നമ്മൾ കിഴക്കമ്പലവും മറ്റുള്ള ഭരണം കിട്ടിയിട്ടുള്ള പഞ്ചായത്തുകളിൽ കിട്ടിക്കഴിഞ്ഞു. അത് നമ്മളുടെ തിരുവാണിയൂർ പഞ്ചായത്തിലും ഈ ജില്ലയുടെ ഞാൻ പ്രതിനിധീകരിക്കുന്ന 50 വാർഡുകളിലും ഒരേപോലെ എത്തിക്കാനുള്ള ഒരു ആത്മവിശ്വാസം ഞാൻ കൊടുത്തു കഴിഞ്ഞു ജനങ്ങൾക്ക്. അതിനോട് മറുപടിയാണ് ഈ പ്രാവശ്യത്തെ ഇലക്ഷനിൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. നല്ലൊരു മറുപടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ജനങ്ങൾ അതുപോലെ മാറിക്കഴിഞ്ഞു. ഒട്ടുമിക്ക ഭാഗത്തും നമ്മൾ ചെല്ലുമ്പോൾ ദുരിതം അനുഭവിക്കുന്ന വലിയൊരു ജനത ഈ നാട്ടിലുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർക്കാണ് നമ്മൾ കൈനീട്ടുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മുന്നോട്ടിറങ്ങുന്നത്. അതിന് മാറ്റം ഉണ്ട്. മാറ്റം ഉണ്ടാവുമോ? തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാകും. ഞാനിപ്പോൾ 8 വാർഡിനെ പ്രതിനിധീകരിക്കുന്നുണ്ട്. അപ്പം ഞാൻ 8 വാർഡിൽ നമ്മുടെ സ്ഥാനാർത്ഥികൾക്കൊപ്പം പോയതാണ്. അപ്പം നമ്മൾ ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴാണ് നമുക്കതിനെക്കുറിച്ച് മനസ്സിലാവുന്നത്. എല്ലാവരും നമ്മളോട് ഭയങ്കരമായ സപ്പോർട്ടാണ്. നിങ്ങളെന്താ ഒരു 5 വർഷം മുമ്പ് നിങ്ങൾക്ക് ഇവിടെ വരാൻ പാടില്ലെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. നിങ്ങൾ ഇത്ര താമസിച്ച് പോയ കാരണം ഞങ്ങൾക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. ഇനി ഈ ഭരണം ഒന്നുകൂടി വന്നു കഴിഞ്ഞാൽ നമുക്കിനി ഇവിടെ ജീവിച്ചിരിക്കാൻ പോലും പറ്റില്ല. അതേമാതിരത്തെ ഒരു ബുദ്ധിമുട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അത് കാരണം എല്ലാവരും ഭയങ്കര സപ്പോർട്ടുണ്ട്. എല്ലാ ആളുകൾക്കും, സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും നമ്മളോട് പറയുന്നത് നിങ്ങൾക്ക് തന്നെയാണ് വോട്ട് തരുള്ളൂ, നിങ്ങൾ ജയിക്കും എന്ന് ഉറപ്പായിട്ട് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും. ജനങ്ങൾക്ക് നൽകുന്ന കുന്നത്തേട് മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിൽ ജനങ്ങൾക്ക് നൽകുന്നൊരു ഉറപ്പെന്താണ്? ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മനുഷ്യ സഹജമായ എല്ലാ കാര്യങ്ങളും 2020 ചെയ്തിട്ടുണ്ട്. ആ ചെയ്ത യാഥാർത്ഥ്യങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിലും സമൂഹത്തിലും 2020 ഇനിയും ചെയ്യും എന്നുള്ള ഉറപ്പ് ആണ് ഈ അവസരത്തിൽ നൽകുന്നത്. ഇതിൽ ഒരു കാര്യം വ്യക്തമാണ്. നാടിനെ സ്നേഹിക്കുന്നവർ 2020 വിജയിപ്പിക്കും. പാർട്ടിയെ സ്നേഹിക്കുന്നവർ അവരവരുടെ പാർട്ടിയെ വിജയിപ്പിക്കും.
അതുകൊണ്ട് എന്താണ് വിജയം ആവശ്യമെന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. എന്തായാലും തിരുവാണിയൂർ പഞ്ചായത്ത് 2020 എടുക്കും എന്നുള്ളൊരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. തിരുവാണിയൂരിൽ നിന്നും DK ദിലീപിനും പ്രണവ് വിജയനും ഒപ്പം R. പീയൂഷ്, മറുനാടൻ മലയാളി. ജയ് 2020.